ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓണം ക്ലീനിങ് വ്ളോഗിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവരൊക്കെ കണ്ടു നോക്കണേ. പാർട്ട് 1 ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചിടാൻ പറ്റാത്ത, അതുമാത്രമല്ല പാർട്ട് 2 ആയിട്ട് എടുക്കാൻ കാര്യം കൂടി 2 ദിവസത്തെ വീഡിയോ ആണിത് കേട്ടോ. പാർട്ട് 1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം, പാർട്ട് 2 രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഒരുമിച്ച് ചെയ്യാനെ കൊണ്ട് ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ആദ്യത്തെ ദിവസം തന്നെ തുടങ്ങിയത്. അപ്പം എന്തായാലും ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ക്ഷീണിച്ചു ഒരു ദിവസം തന്നെ ഫുള്ള് ചെയ്യുമ്പോഴേ. അതുകൊണ്ട് തന്നെ 2 ദിവസം ആക്കി എടുത്തതേ. അപ്പോൾ രണ്ടാമത്തെ ദിവസം തന്നെ ഞാൻ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. അടുക്കളയിൽ എന്തായാലും ക്ലീനിങ് ഒക്കെ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ഈ കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളൊന്നും അങ്ങനെ എടുത്ത് വെക്കാനോ പ്രത്യേകിച്ചൊന്നും അന്നത്തെ ദിവസം ചെയ്തില്ല. എന്തായാലും മൊത്തത്തിൽ ചെയ്യണമല്ലോ, അതുകൊണ്ട് എല്ലാം വാരി വലിച്ച് തന്നെ ഇട്ടിരിക്കുവാണ് കേട്ടോ. അപ്പം ഓരോ സൈഡ് അങ്ങ് ഒതുക്കി അങ്ങ് ഒതുക്കി പാത്രങ്ങൾ കഴുകി പെറുക്കി അങ്ങ് വെച്ച് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. എല്ലാം ഒരുമിച്ചെടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ എല്ലാം കണ്ട് അങ്ങ് മടുത്ത് പോകുമല്ലോ, ദൈവമേ നായി പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത കേട്ടോ. അപ്പം അവിടെ നിന്നിരുന്ന ഗ്ലാസ്സുകൾ അതൊക്കെ എടുത്ത് മാറ്റി കഴുകി വെച്ചിരിക്കുന്ന ആ പാത്രങ്ങൾ അതൊക്കെ ബേസിനൊക്കെ അങ്ങ് മാറ്റി വെച്ച് കേട്ടോ. അപ്പം ആ ചെറിയൊരു ഇതിനകത്ത് ഗ്ലാസ്സൊക്കെ അടുക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ അതിനകത്തിരുന്ന പഴയ പേപ്പറൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ അകമൊക്കെ ഒന്ന് നല്ല വെള്ളം വെച്ചുമൊക്കെ ആദ്യം അല്ലാതെ തുടച്ചു, പിന്നെ വെള്ളം വെച്ചൊക്കെ തുടച്ചിട്ട് പിന്നെ അവിടെ ഗ്ലാസ്സുകളൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ സൈഡിൽ എടുത്ത് വെച്ചിരിക്കുന്ന കപ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറേ കപ്പുകൾ ഞാൻ എടുത്ത് മാറ്റും കേട്ടോ. കാര്യം ഉപയോഗം ഇല്ലാതിരിക്കുന്നതാണ്. ആരെങ്കിലും വരുമ്പം എടുക്കുന്ന കപ്പുകൾ വേറെയും, ഈ കപ്പുകളൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് വെക്കുന്നതാണ്. പക്ഷേ എങ്കിൽ എടുക്കാറേ ഇല്ല, അത് അവിടെ അങ്ങനെ വെറുതെ ഇരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു അതിനെ അങ്ങ് മാറ്റി വെച്ചേക്കാം കേട്ടോ. വെറുതെ എന്തിനാ സ്ഥലം കളയണമെന്ന് വിചാരിച്ചിട്ട് അതിനെയൊക്കെ അങ്ങ് ഒരു സൈഡിൽ മാറ്റി വെച്ചിരിക്കുക. അപ്പോൾ ആ സൈഡിൽ തന്നെ കുറച്ച് സ്റ്റീലിൻ്റെ ഗ്ലാസ്, സ്റ്റീലിൻ്റെ കപ്പുകളൊക്കെ ഉണ്ടല്ലോ. അതായത് നമ്മൾ ചായയൊക്കെ ആറ്റുന്ന, കേശപ്പന് തന്നെ ചായയും പാലൊക്കെ കൊടുക്കുന്ന ചെറിയ ഓരോ സൈസിലുള്ള കപ്പൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതൊക്കെ എടുത്ത് ആദ്യമേ അങ്ങ് വെച്ച് കേട്ടോ. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് നമ്മൾ ചായ കുടിക്കാനും ഒക്കെ എടുക്കുന്ന ഗ്ലാസ്സുകൾ. അപ്പോൾ ആ സൈഡിൽ തന്നെ അവിടെ തുടച്ച് വൃത്തിയാക്കി പേപ്പറൊക്കെ ഇട്ടിട്ട് ഗ്ലാസ്സുകൾ അടുക്കി വെക്കുന്നെങ്കിലും അതിലെ മാക്സിമം പോയാൽ 4-5 ഗ്ലാസ്സൊക്കെ എടുക്കാറുള്ളൂ. എല്ലാ ബാക്കിലും ഫ്രണ്ടിലും ആയിട്ടൊക്കെ കുറേ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ജ്യൂസ് ഗ്ലാസ് തന്നെ ഒരു 2 എണ്ണേ വെച്ചിട്ടുള്ളൂ. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാൻ വേറെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും എടുക്കുന്നത്. അപ്പം പിന്നെ അവിടെ ഇരിക്കട്ടെന്ന് വിചാരിച്ച് വെള്ള ഗ്ലാസ്സുകളുണ്ടല്ലോ, അങ്ങനെ അതൊക്കെ കഴുകി വെച്ച് അതെല്ലാം എടുത്ത് വെച്ചിട്ട് പിന്നെ ആ ഒരു സൈഡൊക്കെ അങ്ങ് ഒതുക്കി കേട്ടോ. ഒതുക്കിയതിന് ശേഷം ഈ ജനൽ തുറക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ 3 ജനലിലെ ഈ ആദ്യത്തെ ജനൽ അങ്ങനെ തുറക്കാറേ ഇല്ലായിരുന്നേ. തുറക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തുടയ്ക്കുമ്പോഴൊക്കെ മാത്രം തുടയ്ക്കും. പിന്നെ അവിടെ ഇങ്ങനെ ഞാൻ കത്തിയൊക്കെ ആയിരുന്നു ആ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കത്തിയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും അത് തുറക്കത്തില്ല. ഇപ്പോഴത്തെ 2 ജനലാണ് കൂടുതലും തുറക്കണം. അപ്പോൾ ഇതിപ്പോൾ ഈ തുറന്നിട്ടിട്ട് ഇത് ജനൽ ഫുള്ളും പൊടിയും ഒക്കെ അടിച്ച്, പിന്നെ ജനലൊക്കെ ഞാൻ വെളിയിൽ നിന്ന് ഓസൊക്കെ വെച്ച് കഴുകി കേട്ടോ. വെളിയിൽ ഇറങ്ങിയെന്നായിരുന്നു അതൊക്കെ കഴുകിയത്, കസേരയൊക്കെ ഇട്ടിട്ട്. ഇപ്പോൾ അകത്ത് നിന്ന് ഈ ജനലിൻ്റെ അകവും ഒക്കെ ഒന്ന് തുടച്ച് വെള്ളം വെച്ചും അല്ലാതെയൊക്കെ ഒന്ന് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിനെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ് നമ്മുടെ വീട്ടിൽ ഇത്രയും പൊടിയൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാവുന്നത്. നമ്മളെപ്പോഴും ചെയ്യും, എന്നാലും ഡീപ്പ് ക്ലീനിങ്ങിലാണ് അതൊക്കെ മനസ്സിലാവുന്നത്. അങ്ങനെ ആ ഒരു സൈഡ് ജനലൊക്കെ തുടച്ച് എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു സ്പൂണൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതും, സ്പൂണും തവിയൊക്കെ ഒരു 2 ഇതിനകത്തായിട്ട് ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അതിനെയൊക്കെ കഴുകാൻ വേണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ സൈഡൊക്കെ ഒന്ന് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡും കൂടി തുടച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മുകളിലിരിക്കുന്ന ഈ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ടിന്നുകളൊക്കെ എടുക്കുന്നത്. അതിൽ പിന്നെ വേണ്ടാത്തതിനെയൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണ്ടുന്ന ടിന്നുകളൊക്കെ കഴുകിയൊക്കെ എടുത്ത് അതിലൊക്കെ പൊടികളൊക്കെ ആക്കി വെച്ച് കേട്ടോ. അതായത് പൊടികൾ ഇരിക്കുന്ന ടിന്ന് ഞാൻ അതോടുകൂടി കഴുകി അങ്ങ് എടുത്ത് വെക്കുമായിരുന്നു. വേണ്ടാത്ത കുറേ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 2 കവറോളം ഞാൻ ആക്രിക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ പെറുക്കി വെച്ചിട്ടുണ്ട്. അതിൽ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനും, പിന്നെ ഈ നമ്മുടെ ഈ ടിന്നുകളൊക്കെ ഉണ്ടല്ലോ, കുപ്പികൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക് ടിന്ന്, പ്ലാസ്റ്റിക് കുപ്പികൾ, അങ്ങനത്തെ സാധനങ്ങളും, പിന്നെ എടുക്കാത്ത കുറേ സ്റ്റീൽ, എൻ്റെ നല്ല മിക്കവാറും ഉള്ളവരെയൊക്കെ സ്വഭാവമാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ കളയാതെ ഇങ്ങനെ കൂട്ടി വെക്കുമല്ലോ. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ? എനിക്കുണ്ട് കേട്ടോ. എന്തുവായാലും എന്തിനെങ്കിലും എടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൂട്ടി വെക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങൾ, ഈ സ്ഥലം ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഇരിക്കുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഞാൻ ഇന്നങ്ങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് ചില സ്റ്റീൽ പാത്രങ്ങൾ, അടപ്പ് പാത്രം സഹിതമുണ്ട്. അതായത് ഈ അടപ്പിൻ്റെ മുകൾ ഭാഗത്തെ ഈ പിടിക്കണ സാധനമൊക്കെ പോയതും അതുപോലും കളയാതെ സൂക്ഷിച്ച് വെക്കും കേട്ടോ എന്തിനേലും. പക്ഷേ എന്തിനേലും എടുക്കുമോ, ചിലപ്പോൾ എടുക്കത്തൂല, അങ്ങനെ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനെയും മാറ്റി, വേണ്ടാത്ത ടിന്നുകളെയും മാറ്റി. ഇതേ ഞാൻ
ഞാനിപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുന്ന ഇത് കണ്ടോ, ആ ഒരു പാത്രം എനിക്ക് കളയാൻ മനസ്സ് വരാത്തത് കൊണ്ട് ഞാൻ അതിനെ എടുത്ത് തിരിച്ചവിടെ വെക്കുന്നതാണ്. കളയാൻ വേണ്ടി എടുത്ത സാധനം കേട്ടോ. അതിനെ പിന്നെ കഴുകി തുടച്ചിട്ട് എന്ത് ചെയ്തെന്നറിയാമോ, കായം ഒരു 3-4 ടിന്ന് കായമുണ്ട്. അപ്പോൾ അതിനെ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ട് വെച്ച്. അപ്പോൾ പിന്നെ കളയണ്ടല്ലോ, അത് ആവശ്യത്തിനായല്ലോ, കളയാൻ മനസ്സ് വരാത്തതുകൊണ്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയുടെ ടിന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട്. അത് കുരുമുളക് പൊടിയുടെ ടിന്ന് കുറച്ച് മോശമായിട്ടുണ്ടായിരുന്നു, കുറച്ച് പഴയതായി. അപ്പോൾ പിന്നെ അതിനെ അങ്ങ് കളഞ്ഞിട്ട് പുതിയതിനകത്ത് ഇട്ട് വെച്ചു. ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ടിന്നുകൾ എന്നും വേണ്ടാത്തതാണ് കേട്ടോ. നമ്മൾ ഈ മയണൈസൊക്കെ കിട്ടുന്ന ടിന്നൊക്കെ ഉണ്ടല്ലോ, അതുപോലും കളയാതെ കൂട്ടി വെക്കും. എന്തെങ്കിലും ആവശ്യം വരുമല്ലോ, പക്ഷേ അതാവശ്യം വരാറുണ്ട്. ചിലപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചതച്ചത് ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ എടുക്കാണ്ട്, എന്നാലും ഒരുപാട് സൂക്ഷിച്ച് വെക്കണ്ടല്ലോ. ഞാൻ അതുപോലും കളയാതെ വെക്കുന്ന കാര്യം കേട്ടോ പറയുന്നത്. പിന്നെ അടിയിലത്തെ മോൾ ഭാഗമൊക്കെ ഏകദേശമൊക്കെ ഒഴിഞ്ഞിട്ട് ഞാൻ അടിയിൽ നിന്ന് പിന്നെ തുടങ്ങി കേട്ടോ. അടിയിൽ കുറേ പാത്രങ്ങൾ, നമ്മുടെ കറി വെക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനെയൊക്കെ അതേ കഴുകി കുറച്ചെടുത്താണ് ഞാൻ ഇപ്പോൾ കഴുകിക്കൊണ്ടിരിക്കുന്നത്. കഴുകി കമഴ്ത്തി അങ്ങോട്ട് മാറ്റി വെക്കും. പിന്നെ വെള്ളം തോന്നു കഴിയുമ്പോഴത്തേനും ഓരോ സൈഡും ഒതുക്കിയിട്ട് അതും അങ്ങ് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ കുറേ ബേസനുകളൊക്കെ ഉണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ബേസനുകൾ കുറേ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പൊങ്കാലയ്ക്കൊക്കെ പോകുമ്പോൾ വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു അവസ്ഥയിലായിരുന്നു അവസാനമായപ്പോഴത്തേനും കേട്ടോ. അവസാനം എന്ന് വെച്ചാൽ അടിയിലെ പാത്രങ്ങളെല്ലാം എടുത്ത് വെച്ചപ്പോഴത്തേക്കിനെ പിന്നെ എല്ലാം ക്ലീനൊക്കെ ചെയ്ത് തിരിച്ചതാത് സ്ഥാനങ്ങൾ ഇതേ പെറുക്കി എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മുകളിലത്തെ ഇതിനകത്തും നമ്മുടെ ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാം തുടച്ച് ജനലൊക്കെ വെളിയിൽ നിന്ന് ഞാൻ കഴുകി അങ്ങനെ തറയൊക്കെ തുടച്ച് കുളിച്ചതിനൊക്കെ ശേഷം വന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ മിക്സിയൊക്കെ തുടച്ചൊക്കെ വെച്ചു. ബോട്ടിലുകൾ വെള്ളം കൊണ്ടുപോകുന്നതും അതൊക്കെ ഒരു സൈഡിലൊക്കെ വെച്ച് അങ്ങനെ ഏകദേശമല്ല, മൊത്തത്തിലെല്ലാം ക്ലീൻ ചെയ്ത് കുറേ വേണ്ടാത്തതിനെ എല്ലാം പെറുക്കി മാറ്റി. പിന്നെ കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്ഥാനമൊക്കെ ഞാൻ മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ അടിയിലൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി തുടച്ചുമൊക്കെ വെച്ചു. പിന്നെ പ്ലേറ്റുകൾ, അടപ്പ് പാത്രങ്ങളൊക്കെ വെക്കുന്ന സ്ഥാനങ്ങളൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയേ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം.